പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. കർത്താവിൽ ഏറ്റവും പ്രിയമുള്ള എൻ്റെ കൂട്ടുകാരെ, മാതാപിതാക്കളെ, പ്രായമായിട്ട് ഭവനങ്ങളിലിരിക്കുന്നവരെ, നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. മന്നയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വലിയൊരു പരാതി കേട്ടോ, പരാതി. അച്ഛാ, പ്രാർത്ഥിക്കുന്നതൊന്നും നടക്കണില്ല, പരാതിയാണ്. വളരെ വർഷമായി, പ്രത്യാശയില്ലാത്ത അവസ്ഥയാണ്. ഞാൻ അവർക്കൊരു ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ ഒരു ഉപദേശമായിട്ട് കൊടുത്തു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടേക്കണം കേട്ടോ. അബ്രഹാമും സാറയും എത്ര വർഷം അവർ പ്രാർത്ഥിച്ചു. വിശുദ്ധന്മാരുടെ ജീവിതം വായിക്കും. നമ്മുടെ സഹോദരി സഭയിലൊരു വിശുദ്ധനായിട്ടുള്ള അഗസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ അഗസ്റ്റിൻ്റെ അമ്മ 17 വർഷമാണ് മകൻ്റെ ഒരു മാനസാന്തരത്തിനായിട്ട് പ്രാർത്ഥിച്ചത്. ബൈബിളിലേക്ക് നോക്കുമ്പോൾ ബൈബിൾ കഥാപാത്രങ്ങൾ, വർഷങ്ങളുടെ കാത്തിരിപ്പാണ് പ്രാർത്ഥനയുടെ ശക്തി. നമ്മളിന്ന് പ്രാർത്ഥിച്ച് നാളെ ലഭിക്കുന്നുള്ള പ്രതീക്ഷയിലോ ആരും പ്രാർത്ഥിക്കേണ്ട കേട്ടോ. കർത്താവിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ളൊരു വഴിയുണ്ട്, സമയമുണ്ട്. ആ രീതിയിൽ നമുക്ക് മറുപടി തരത്തുള്ളൂ. പ്രത്യാശയോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തിൽ നിലനിൽക്കുക. വർഷങ്ങളായാലും പ്രാർത്ഥന മുടക്കിയേക്കരുത്. കാരണം പ്രാർത്ഥനയിലൂടെ ദൈവത്തെ അറിയാനും ദൈവത്തിങ്കിലേക്ക് സാന്നിധ്യം മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ മന്നയുടെ ഈ എപ്പിസോഡ് നമുക്കൊന്ന് പ്രാർത്ഥനാപൂർവ്വം കർത്താവിനെ ധ്യാനിച്ച് നമുക്ക് ആരംഭിക്കാം. നമുക്കൊന്ന് കണ്ണുകളടച്ച് ദൈവതിരുനാമത്തിൽ കർത്താവേ, ഈ സന്ധ്യ അങ്ങയുടെ തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ, പ്രതീക്ഷ നഷ്ടപ്പെടാതെ പ്രത്യാശാപൂർവം അങ്ങയിൽ ആശ്രയിപ്പാൻ ഞങ്ങൾക്ക് കൃപയും അഭിഷേകവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. ആമേൻ. നിങ്ങളുടെ വിളി ഉറപ്പാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഉത്സാഹഭരിതരായിരിക്കുക. അതാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന തിരുവചനം. നിങ്ങളുടെ വിളി ഉറപ്പാക്കുന്നതിൽ ഉത്സാഹഭരിതരായിരിക്കുക, സ്ഥിരമായിരിക്കുക. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 10-11 തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിട്ടുണ്ട് കേട്ടോ, അല്ലേ? എന്നെ വിളിച്ചിട്ടുള്ളത് ഒരു പുരോഹിതനാകാൻ വേണ്ടിയിട്ടാണ്, സന്യസ്തരാകാൻ, കുടുംബജീവിതം നയിക്കാൻ. ഇനിയുണ്ട് കേട്ടോ, മനോഹരമായിട്ട് കുടുംബജീവിതവും സുവിശേഷ പ്രഘോഷണവും ഒരുമിച്ച് നയിക്കാൻ. അവിവാഹിതനാകാതെ ബ്രഹ്മചര്യത്തോടെ ക്രിസ്തുവിനെ അനുഗമിക്കാൻ. അങ്ങനെ പല വിധത്തിൽ നമുക്ക് വിളികളുണ്ട്. പൗരോഹിത്യം മാത്രമല്ല, പൗരോഹിത്യം വലിയൊരു വിളിയാണ്. ദൈവവിളിയുടെ ഏറ്റവും അമൂർത്യമായ മുഹൂർത്തമാണ് പൗരോഹിത്യം. അതുപോലെ തന്നെയാണ് നമ്മൾ കുടുംബസ്ഥനാകാനായിട്ട്, അമ്മയാകാനായിട്ട്, ഗ്രഹനായകനാകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിളിയുണ്ട്. ഞാൻ നമ്മുടെ സംസാര ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ വിളി വേണമെങ്കിൽ നമുക്കൊരു വിധിയുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യമുണ്ടെന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓർത്തേക്കണം, ഈ ലക്ഷ്യത്തെ, ഈ ദൈവവിളിയെ തിരിച്ചറിയാനായിട്ടൊന്ന് പ്രത്യേകം ഒന്ന് കാതോർത്തിരുന്നേക്കണം കേട്ടോ. അവക്ക് ഒന്നും കൂടി അച്ഛൻ പറയാം, കാതോർത്തിരുന്നേക്കണം ദൈവവിളിക്ക്, നമ്മുടെ ലക്ഷ്യത്തെ മനസ്സിലാക്കാനായിട്ട്. നമ്മുടെ തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ ദൈവവിളി ഉറപ്പിക്കുക എന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ദൈവം പ്രേരണ നൽകുന്നത് കൊണ്ട് പറയുകയാണ്. ഒരു പുരോഹിതൻ ഉദാഹരണമാണ് കേട്ടോ. അവൻ്റെ കർത്തവ്യവും വിളിയും പരിശുദ്ധ മദ്ബഹായിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി, തനിക്ക് മേയ്ക്കാനായിട്ട് നൽകിയ ആടുകൾക്ക് വേണ്ടി എൻ്റെ ദൈവത്തോട് മധ്യസ്ഥം വഹിക്കാനും പ്രാർത്ഥിക്കാനുമാണ്. മറ്റൊന്നും അല്ല കേട്ടോ. കെട്ടിടങ്ങൾ പണിയാൻ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ആത്മീയ മേഖലകളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഭൗതിക മേഖലകളിലേക്ക് കടക്കാനല്ല പൗരോഹിത്യം. ഒരു കുടുംബനാഥനെ വലിയൊരു കടമയുണ്ട്. തനിക്കായിട്ട് ലഭിച്ച കുടുംബത്തെ, ഇണയെ, മക്കളെ വളർത്താൻ. മാതാപിതാക്കൾക്കൊരു
ഒരു ലക്ഷ്യമുണ്ട്, ഒരു ദൈവ വിളിയുണ്ട്. അപ്പോൾ നമ്മുടെ വിളിയെ മനസ്സിലാക്കണം. എങ്കിലേ തമ്പുരാൻ്റെ പ്രസാദമുള്ളൂ, എങ്കിലേ കർത്താവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ ഇന്ന് പലപ്പോഴും ഈ ദൈവവിളി നമ്മുടെ ലക്ഷ്യം മറന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. എപ്പോഴും ഒരു ഉദാഹരണം പറയും. വലിയൊരു ശവസംസ്കാര ശുശ്രൂഷ നടക്കുന്നതിനെക്കുറിച്ച് ഒരു തമാശ കഥയാക്കട്ടെ. സംഭവിച്ചതൊന്നും ആവത്തില്ല. പുരോഹിതരുണ്ട്, മെത്രാന്മാരുണ്ട്, നിറയെ കാറുകളുണ്ട്, അകമ്പടികളുണ്ട്, വാദ്യഘോഷങ്ങളുണ്ട്. ഫ്യൂണറൽ അങ്ങനെ നടന്നു. വലിയ ധനാഢ്യൻ്റെയാ. പള്ളിയിലേക്കെത്തി ഈ ശവമഞ്ചം തുറന്നു നോക്കിയപ്പോഴാണ് അവരൊരു കാര്യം മറന്നുപോയത്. ഈ തിരക്കുകൾക്കിടയിൽ ഈ പുരോഹിതന്മാരും മെത്രാന്മാരും ധനാഢ്യരും കാറുകളും വാദ്യഘോഷങ്ങളും ഈ വലിയ പ്രൊസഷനുകളും ഒക്കെ നടക്കുന്നതിനിടയിൽ മറന്നുപോയിരിക്കുന്നു. എന്ത്? ഈ മരിച്ച ആളുടെ ശവശരീരം മഞ്ചയിലേക്ക് വെക്കാൻ മറന്നുപോയി. പിന്നെ എല്ലാം ചെയ്തു. ശവസംസ്കാര ശുശ്രൂഷയുടെ ശവമെടുക്കാൻ മറന്നുപോയി. ഒരു തമാശക്കഥ, എങ്കിലും വലിയൊരു അർത്ഥമുണ്ട് അതിന്. നമ്മൾ പിന്നെ എല്ലാത്തിലും നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ മനോഹരമായി ചെയ്യും. പക്ഷെ അതിൻ്റെ ഏറ്റവും കാതലായ ഭാഗം നമ്മൾ മറന്നു പോകുന്നു. അത് അപകടത്തിലേക്കാണ്. അത് ലക്ഷ്യത്തിലേക്ക് എത്തുകയില്ല. ഓർക്കുക, വിളി ഉറപ്പിച്ചു കഴിഞ്ഞാൽ നാം വീണു പോകുകയില്ല. എൻ്റെ ലക്ഷ്യം ഞാൻ തമ്പുരാനിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ വീണു പോകുകയില്ല.